നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഇതിൻ്റെ സിൻടാക്സ്. സോ ഇതിലെന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ച് എക്സ്പ്രഷനിൽ നമ്മളൊരു വാല്യൂ ആദ്യം കൊടുക്കുന്നു. ഈ വാല്യൂ സ്വിച്ച് എക്സ്പ്രഷൻ്റെ ബ്ലോക്കിനുള്ളിൽ കൊടുത്തിട്ടുള്ള ഒരുപാട് പോസിബിലിറ്റീസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒരു പോസിബിലിറ്റിയുമായി ഇത് മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. മാച്ച് ആവുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എഴുതിയിട്ടുള്ള ഒരു കോഡ് റൺ ആവുന്നു. ഉദാഹരണമായി ഞാനിവിടെ 1 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ സോ നമ്മൾ ആദ്യമേ വരുന്നത് കേസ് 1. സോ 1മായി മാച്ച് ആവുന്നുണ്ട്. സോ നമ്മൾ കേസ് 1-നുള്ളിലുള്ള ഈ ഒരു കോഡ് റൺ ആവുന്നു. ഉദാഹരണമായി 1 എന്ന് റൺ ആവുന്നു. നമ്മൾ ഓരോ പോസിബിലിറ്റിയും നമ്മൾ കേസ് എന്നാണ് വിളിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും കേസ്. സോ അവസാനമായി കാണുന്ന ഡീഫാൾട്ട് എന്നുള്ളത് നമ്മൾ മുകളിൽ കൊടുത്ത യാതൊരു പോസിബിലിറ്റിയുമായി യാതൊരു കേസസുമായി നമ്മുടെ വാല്യൂ മാച്ച് ആവുന്നില്ലെങ്കിൽ അവസാനം എഴുതിയിട്ടുള്ള ഈ ഒരു ഡീഫാൾട്ട് എന്ന ബ്ലോക്കിനുള്ള എഴുതിയിട്ടുള്ള കോഡ് റൺ ആവുന്നു. ഇങ്ങനെയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. സോ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഒന്നെന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് ലെറ്ററിൽ ഇതുപോലെ ലഭിക്കണം. 2 ആണെങ്കിൽ 2 എന്ന് ലഭിക്കണം. 3 ആണെങ്കിൽ 3 എന്ന് ലഭിക്കണം. ഈ 3 സംഖ്യയും അല്ലെങ്കിൽ നമുക്ക് ഇൻവാലിഡ് നമ്പർ എന്ന് പറയുന്ന ഒരു റിസൾട്ട് ലഭിക്കണം. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ നമ്മൾ ആദ്യമായി സ്വിച്ച് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു. അതിന് ശേഷം റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇതിനുള്ളിൽ നമ്മളെ വാല്യൂ സോ നമ്മൾ ആദ്യമായി 1 ആണ് കൊടുക്കുന്നത്. ശേഷം കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ ഇതിൽ നമ്മൾ ആദ്യത്തെ കേസ് കൊടുക്കുന്നു. കേസ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്ത ശേഷം ആദ്യത്തെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കണം? സി ഔട്ട് 1 എന്ന് ലഭിക്കണം. ഓക്കെ, ഇതുപോലെ ലെറ്ററിൽ 1 എന്ന് ലഭിക്കണം. സോ നമ്മുടെ കോഡ് റൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ പ്രോഗ്രാം എൻഡ് ആവും. അടുത്ത കേസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് 2 ആണ്. 2 ആണെങ്കിൽ സി ഔട്ട് നമുക്ക് ലഭിക്കേണ്ടത് 2 എന്ന് പറയുന്ന ഒരു മെസ്സേജാണ്. സോ നമ്മൾ 2 എന്ന് കൊടുക്കുന്നു സി ഔട്ടിൽ. സോ ആദ്യം 1 ആണെങ്കിൽ 1 പ്രിൻറ്റ് ചെയ്ത ശേഷം ബ്രേക്ക് ആവുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ കേസിലോട്ട് വരുന്നു, 2 പ്രിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഓരോ ബ്ലോക്കിനുള്ളിലും നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. സോ നമ്മൾ കേസ് 3 ആണെങ്കിൽ നമ്മൾ സി ഔട്ട് 3 എന്ന് കൊടുക്കുന്നു. സോ ഇനി നമ്മൾ 1, 2, 3 അല്ലെങ്കിൽ സോ നമുക്ക് ഇൻവാലിഡ് നമ്പർ എന്നാണ് വരേണ്ടത്. സോ അതിന് നമ്മളിവിടെ കൊടുക്കേണ്ട കേസ് ഡീഫാൾട്ട് കേസാണ്. ഡീഫാൾട്ട് എന്ന് കൊടുക്കുന്നു. ഡീഫാൾട്ട് എന്ന് കൊടുത്ത ശേഷം നമ്മളതിനുള്ളിൽ എഴുതുന്നു ഇൻവാലിഡ് നമ്പർ. സോ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അവസാനമായി നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നു. സോ നമ്മുടെ പ്രോഗ്രാം റെഡിയായി. സോ നമുക്ക് പ്രോഗ്രാം സിൻടാക്സ് എന്ന് നോക്കാം. നമ്മൾ ആദ്യം ഒരു വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നു. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ ഒരു വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആദ്യത്തെ വാല്യൂ. അതിനുശേഷം ഈ കൊടുത്തിട്ടുള്ള വാല്യൂ ഈ താഴെ കൊടുത്തിട്ടുള്ള 4 ബ്ലോക്കുകളിൽ ഏതെങ്കിലും ഒന്നുമായി മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. മാച്ച് ആവുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് റൺ ആവും. സോ നമ്മൾ ആദ്യം ഇവിടെ 1 ആണ് കൊടുത്തത്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 എന്ന് ലഭിക്കുന്നു. അതുപോലെ 3 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം 3 എന്ന് ലഭിക്കുന്നു. ഇനി നമ്മൾ 1, 2, 3 അല്ലാതെ വേറൊരു സംഖ്യ കൊടുത്ത് നോക്കാം. ഞാനിവിടെ 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻവാലിഡ് നമ്പർ എന്ന് കൊടുക്കുന്നു. സോ ഇതുപോലെ നമുക്ക് മറ്റൊരു പ്രോഗ്രാം, ഒരു ആൽഫബറ്റ് പ്രോഗ്രാം ചെയ്ത് നോക്കാം. സോ ഉദാഹരണമായി ഞാനിവിടെ എ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ആപ്പിൾ എന്ന് വരണം. സോ ഞാൻ ജസ്റ്റ് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ആപ്പിൾ കേസ് 1 എന്നുള്ളിടത്ത് നമ്മൾ കേസ് എ എന്ന് കൊടുക്കുക. അതുപോലെ കേസ് ബി ആണെങ്കിൽ ബാറ്റ് നമ്മൾ ബാറ്റ് എന്ന് കൊടുക്കുന്നു. കേസ് സി ആണെങ്കിൽ നമുക്ക് ക്യാറ്റ് എന്ന് ലഭിക്കണം. സിമ്പിൾ പ്രോഗ്രാമാണ്. മുകളിൽ കൊടുത്ത ഒരു ക്യാരക്ടറും അല്ലെങ്കിൽ നമ്മളിവിടെ ഇൻവാലിഡ് ക്യാരക്ടർ എന്ന് കൊടുക്കുന്നു. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ആദ്യം എ കൊടുത്ത് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ആപ്പിൾ എന്ന് കിട്ടുന്നു. അതുപോലെ ബി കൊടുത്ത് നോക്കാം. ബി കൊടുത്ത ബാറ്റ് എന്ന് ലഭിക്കുന്നു. അതുപോലെ സി കൊടുത്ത് നോക്കാം, ക്യാറ്റ് എന്ന് ലഭിക്കുന്നു. സോ ഇത് 3 ക്യാരക്ടറില്ലാത്ത മറ്റൊരു ക്യാരക്ടർ ഞാനിവിടെ ഡി കൊടുത്ത് നോക്കാം. ഡിയുടെ കോഡ് നമ്മൾ എഴുതിയില്ലായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് ഇൻവാലിഡ് ക്യാരക്ടർ എന്ന് ലഭിക്കുന്നു. സോ ഈ ഒരു രീതിയിലാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്.